ഹായ് മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആക്ടിവിറ്റി 1 ഗിവൺ ബിലോ ആർ സം ഹിസ്റ്റോറിക് റിലൻസ് ഓഫ് ദ മെഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ ചില ചരിത്രശേഷിപ്പുകളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റത്തെ റെഡ് ഫോർട്ട് ചെങ്കോട്ട, രണ്ടാമത്തെ ഹംപി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് വിച്ച് റീജിയൻ വെർ ദീസ് ബിൽഡ്? ഏതൊക്കെ രാജഭരണകാലത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടത്? റെഡ് ഫോർട്ട് ചെങ്കോട്ട ഏത് കാലത്താണ് മക്കളെ? മുഗൾ അല്ലേ. അടുത്തത് ഹംപി വിജയനഗര. അടുത്തത് ഗിവൺ ബിലോ ആർ സം സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എംപീരിയർ അക്ബർ ബൈ പിയർ ജെറിക് ദ ജീസ് പ്രീസ്റ്റ്. ഫൈൻഡ് ഔട്ട് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എംപീരിയർ അക്ബർ ഫ്രം ദ ഫോളോയിങ്. അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് ജെസ്യൂട്ട് പാതിരിയായ പിയറി ജെറീക്കിൻ്റെ കുറിപ്പിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്ബർ ചക്രവർത്തിയുടെ ഏതൊക്കെ സവിശേഷതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഫസ്റ്റ്, ദ എംപീരിയൽ ഹൂ ഷൂക്ക് ദ ഈസ്റ്റ്. കിഴക്കിനെ വിറപ്പിച്ച ചക്രവർത്തി. ഹി വാസ് എ പവർഫുൾ ആൻഡ് ബ്രേവ് റൂളർ ഹൂ എക്സ്പാൻഡഡ് ദ മുഗൾ എംപയർ. നെക്സ്റ്റ്, ഹി അഡ്മിനിസ്ട്രേറ്റ് ജസ്റ്റിസ് വിത്തൗട്ട് എനി distinction of caste, religion and familiar unfamiliar. He followed the policy of religious tolerance and secularism. He treated all people equally. Next, he treated the strong with force and the weak with mercy. He was both a strong administrator and kind ruler. He maintained law and order with justice. നെക്സ്റ്റ് ആക്ടിവിറ്റി 2ൻ്റെയും 3ൻ്റെയും ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ആക്ടിവിറ്റിയിലേക്ക് 4ലേക്ക് പോവാം. നഞ്ചിയമ്മ വോൺ ദ 2020 നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ. നഞ്ചിയമ്മ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ദ ട്രൈബ്സ് ടു വിൻ ദിസ് അവാർഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മികച്ച ഗായികക്കുള്ള 2020 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മക്കായിരുന്നു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. Prepare a question for interviewing Nanjiyamma to know about the artistic and cultural life of tribal people. There should be at least 5 relevant questions. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോത്ര ജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നഞ്ചിയമ്മയുമായി അഭിമുഖം നടത്തുന്നതിന് ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. കുറഞ്ഞത് 5 ചോദ്യമെങ്കിലും വേണം. അപ്പം നമുക്കത് നോക്കാം. വാട്ട് ആർ ദ ട്രഡീഷണൽ സോങ്സ് ആൻഡ് ഫോക്ക് മ്യൂസിക് ഓഫ് യുവർ ട്രൈബ്? Next, can you tell us about the musical instrument used by tribal people? Next, how are songs and dances a part of tribal festivals and daily life? Next, what stories or message do tribal songs usually convey? Next, how do you think our culture can help you protect and promote tribal art form? Next activity 5, the ruler who started the Mughal rule in India with ഡൽഹി ആസ് ഇറ്റ്സ് സെൻറ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ് മക്കളെ? ബാബർ അല്ലേ. അടുത്തത്, എംപീരിയർ അക്ബർ വാസ് റിലീജിയനി ടോളറൻസ് റൂളർ സപ്പോർട്ട് ദ എവിഡൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അക്ബർ ചക്രവർത്തി മതസഹിഷ്ണുതയുള്ള ഭരണാധികാരിയായിരുന്നു. തെളിവ് നിരത്തി സമർത്ഥിക്കുക. അപ്പം നമുക്കത് നോക്കാം. ഇബാഖത്ത് ഖാന. ഹി ബിൽഡ് ഇബാഖത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി വെർ സ്കോളേഴ്സ് ഓഫ് ഓൾ റിലീജിയൻസ് ലൈക്ക് ഹിന്ദു, മുസ്ലിം, ജെയിൻ, ക്രിസ്ത്യൻ ആൻഡ് സോറോസ്ട്രിയൻ ഡിസ്കസ് ദർ ബിലീഫ്. നെക്സ്റ്റ്, ദിൻ ഇലാഹി. He started Din Ilahi to promote unity and harmony among all religions. Next, royal code. His royal code had people from different religions. Famous personalities like Birbal, Tansen and Abdul Faisal were there. He abolished jizya tax and married Rajput princess. Next activity 6. The ideas and values put forward by the Indian freedom struggle was the foundation of our constitution. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയായവ കണ്ടെത്തി എഴുതുക. ഫസ്റ്റ്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1957 വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ്. ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. രണ്ടാമത്തെ, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രൂവ്ഡ് ദാറ്റ് ദർ ഈസ് നോ റിലവൻസ് ഫോർ സെക്കുലർ തോട്ട്സ്.
മതസൗഹാർദ്ദ ചിന്തകൾക്ക് പ്രസക്തിയില്ലെന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം തെളിയിച്ചു. നെക്സ്റ്റ്, ദ വാർ ഓഫ് 1957 ഹെൽപ്പ് ഇൻ സ്ട്രെങ്തനിങ് നാഷണലിസം എമംഗ് പീപ്പിൾ. ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് 1857 വിപ്ലവം സഹായകമായി. നെക്സ്റ്റ്, നാലാമത്തെ, ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ട്രെങ്തൻഡ് ദ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി. നെക്സ്റ്റ്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്കോപ്പ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മെനി റിലീജിയൻ ഓർഗനൈസേഷൻ. നിരവധി പ്രാദേശിക സംഘടനകളുടെ പിറവിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി. അപ്പോൾ എന്തായിരിക്കും മക്കളെ അതിൻ്റെ ആൻസർ? ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1957 വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ്. അതും ദ വാർ ഓഫ് 1957 ഹെൽപ്പ് ഇൻ സ്ട്രെങ്തനിങ് നാഷണലിസം എമംഗ് പീപ്പിൾ. 1, 3 ശരി വരിക. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ആക്ട് ഇൻ ഐഡിയ ഓഫ് ബൈ കാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻട്രൽ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡലസഭ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് നിയമത്തിൽ നിന്നാണ്? അപ്പോൾ ഏതായിരിക്കും മക്കളെ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ദിസ് ആക്ട് പ്രൊവൈഡഡ് ഫോർ എ bicameral legislature at the center with the Council of State and Federal Assembly. Next question, what was the main proposal of the cabinet mission that visited India in 1947 which came to India for discussing the exchange of power? 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുവാനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? ദ മെയിൻ പ്രൊപ്പോസൽ വാസ് ടു ഫോം എ യുണൈറ്റഡ് ഇന്ത്യ വിത്ത് എ ഫെഡറൽ ഗവൺമെൻറ്. Activity 7 given below are the information related to the administration of justice during Mughal rule and Vijayanagara rule. മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ പട്ടികയിൽ തന്നിരിക്കുന്നത്. വിട്ടുപോയവ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ്, മുഗൾ റൂളിൽ ദ ഫൈനൽ ഡിസിഷൻ ഇൻ ദ ഡിസ്പ്യൂട്ട് വാസ് ടേക്കൺ ബൈ ദ എംപീരിയർ. തർക്കങ്ങളിൽ അന്തിമ തീരുമാനം ചക്രവർത്തിയുടേതായിരുന്നു. അടുത്തത് വിജയനഗര റൂൾ. ദ അപ്പീലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. അപ്പീൽ അധികാരി രാജാവായിരുന്നു. അടുത്തത് ദർ വർ നോ സെപ്പറേറ്റ് കോർട്ട്. പ്രത്യേകം കോടതികളില്ല. ഇനി വിജയനഗര റൂളിൽ എന്തായിരിക്കും മക്കളെ? ദർ വർ സെപ്പറേറ്റ് കോർട്ട്സ് അറ്റ് വില്ലേജ്, പ്രൊവിൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ ലെവൽ. നെക്സ്റ്റ്, Qas and Muftis decide cases based on Islamic law and Sharia. Next, Vijayanagara rule. The court in the village settle minor offence and labor dispute. Next, compare the administration of justice between the Mughal rule and Vijayanagara rule. Prepare a note on it. മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണ രീതി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്കത് നോക്കാം. Rule, Vijayanagara rule. In Mughal rule, the emperor was the supreme judge. Islamic law was followed. Qs, Muftis and Kotwals were appointed for justice. There were no separate court building. Next, in Vijayanagara rule, the king was the highest appellate authority. There was a systemic judicial system with courts at different levels. Village court handled minor cases based on local customs and Hindu Dharma Shastra. Both rules aimed to provide justice, but Mughals followed Islamic law while Vijayanagara followed traditional Indian laws. Next, activity 8 given below are the hints of the major Bhakti Sufi scholars who lived in the medieval India. Complete the table. എന്താ പറഞ്ഞിരിക്കുന്നത്? മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രധാന ഭക്തി സൂഫി പ്രചാരകരെ കുറിച്ചുള്ള സൂചനകളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ്, വൺ ഓഫ് ദ മേജർ സൂഫി സ്കോളേഴ്സ് ലിവ്ഡ് ഇൻ 30 to 40 സെഞ്ച്വറീസ് ഇൻ ഡൽഹി. പ്രധാന സൂഫി വര്യന്മാരിൽ ഒരാൾ 13-14 നൂറ്റാണ്ടുകളായി ഡൽഹിയിൽ ജീവിച്ചിരുന്നു. അതാരാ മക്കളെ? ഷെയ്ഖ് നിസാമുദ്ദീൻ അലിയ. നെക്സ്റ്റ്, ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. ഹു റോട്ട് ഇൻ കന്നഡ ഫൗണ്ടഡ് വീരശൈവ മൂവ്മെൻറ്റ്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്നു. കന്നഡ ഭാഷയിലാണ് രചനകൾ നടത്തിയത്. വീരശൈവ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ആരാണ് മക്കളെ? ബസവണ്ണ അല്ലേ. അടുത്തത്, ലിവ്ഡ് ഇൻ ഉത്തർപ്രദേശ് ഇൻ ദ 15th century. പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ത്രൂ ഹാംസ് നോൺ ആസ് ദോഹാസ്. 15ാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്നു. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ആരാണ് മക്കളെ? കബീർ. നെക്സ്റ്റ്, പൂന്താനം ഖാജ മൊയിനുദ്ദീൻ ചിസ്തി, കാരയ്ക്കൽ അമ്മയാർ were the preachers of Bhakti Sufi movement. Identify the state where they lived and mark them on the outline of map of India.
പൂന്താനം ഖാജ മൊയ്തുദ്ദീൻ ചിസ്തി കാരേക്കൽ അമ്മയാർ എന്നിവ ഭക്തി സൂഫി പ്രചാരകരായിരുന്നു. ഇവർ ജീവിച്ചിരുന്ന സംസ്ഥാനങ്ങൾ കണ്ടെത്തി തന്നിട്ടുള്ള ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ മക്കളെ, എൻ്റെ അടുത്ത് മാപ്പില്ല. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മാപ്പ് എടുത്തിട്ട് അതിൽ അടയാളപ്പെടുത്തി നോക്കുക. പൂന്താനം നമ്മൾ കേരളത്തിലാണ്. പിന്നെ ഖാജ മൊയ്തുദ്ദീൻ ചിസ്തി രാജസ്ഥാനിൽ, കാരയ്ക്കൽ അമ്മയാർ തമിഴ്നാട്ടിൽ. അപ്പം നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.